ഈ വിഷയത്തിൽ പ്രതികരണത്തിനായി ഭൂസംരക്ഷണ സമിതി പ്രവർത്തകൻ മുരളീധരൻ പി കെയും ചേരുന്നു. മുരളീധരൻ പി കെ, എന്താണ് താങ്കളുടെ അഭിപ്രായം? നിലവിൽ നേരത്തെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ജയതിലക അവർ 24/10/2020 ഒരു GO 261/2020 എന്ന പേരിൽ ഒരു ഉത്തരവിറക്കിയത്. ആ ഉത്തരവിലാണ് ചന്ദനം ഒഴികെയുള്ള മറ്റ് രാജകീയ മരങ്ങൾ അതിലെ പ്രൊവൈസോ ക്ലോസ് ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആ ഉത്തരവിന്റെ മറവിൽ ആദ്യമായി വയനാട് ജില്ലയിലുള്ള വീട്ടിമരം മുറിക്കുന്നത് തൃക്കൈപ്പറ്റ വില്ലേജിലാണ്. ആ തൃക്കൈപ്പറ്റ വില്ലേജിലെ വീട്ടിമരം മുറിച്ചു മാറ്റുമ്പോൾ ആ വീട്ടിമരവുമായി ബന്ധപ്പെട്ട് കാലപ്പഴക്കം നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 504 വർഷത്തോളം കാലപ്പഴക്കമാണ് ആ വീട്ടിമരത്തിന് നിശ്ചയിക്കപ്പെട്ടത്. അത്രയും കാലപ്പഴക്കമുള്ള മരം ഈ ഒരു ഉത്തരവിന്റെ മറവിൽ അന്ന് മുറിച്ചു മാറ്റപ്പെടുകയാണ്. അതിനുശേഷമാണ് പിന്നീട് മുട്ടിൽ വ്യാപകമായിട്ടുള്ള, അതുപോലെ തന്നെ കേരളത്തിലും ആ ഓർഡർ വെച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ വിലമതിക്കാൻ കഴിയാത്ത രീതിയിൽ മുറിച്ചു മാറ്റി. അപ്പൊ അത്തരത്തിലൊരു കേസ് നിലനിൽക്കെ ഈ KLC ചാർജ് ചെയ്യുകയും ആ KLC പ്രകാരം ആ നഷ്ടപരിഹാര തുക 37,27,416 രൂപ അരീക്കര സുഹറയിൽ നിന്നും ഈടാക്കുന്നതിന് വേണ്ടി ഓർഡർ ഉണ്ടായിരുന്നു. ആ ഓർഡർ നടപ്പിലാക്കാതെ തൽപര കക്ഷികൾക്ക് വേണ്ടി, അതിനകത്ത് നമുക്ക് തീർത്ത് പറയാൻ സാധിക്കും, മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് ഉള്ള കേസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മെല്ലപ്പോക്ക് നയമായിരുന്നു. ആ പിഴ ഈടാക്കുന്നതിന് വേണ്ടി നിർദ്ദേശമാണെങ്കിൽ ആ പിഴ ഈടാക്കാതെ ഇരുന്നതിന്റെ കാരണം ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതവുമായി ബന്ധപ്പെട്ട് അവർക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. ആ മൊറട്ടോറിയത്തിന്റെ പേരിലാണ് ഈ തുക ഈടാക്കാതെ അവരെ സഹായിക്കുന്ന നടപടിയായിട്ട് മുന്നോട്ട് പോയത്. എന്നാൽ സുപ്രീം കോടതിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും എല്ലാം തന്നെ നിരവധി തവണ ഈ കേസുകളിൽ ഇത്തരത്തിൽ വരുന്ന പ്രശ്നങ്ങളിൽ മൊറട്ടോറിയം ബാധകമല്ല എന്ന തരത്തിൽ നിരവധി നിരീക്ഷണങ്ങൾ നടത്തുകയും ഓർഡർ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന സമയത്തെല്ലാം ഈ പറയുന്ന മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ടായിരുന്നു ഒഴിവായി. കഴിഞ്ഞ ഡിസംബർ മാസത്തോടുകൂടെ മൊറട്ടോറിയം കാലാവധി അവസാനിച്ചു. അതിനുശേഷവും ഞങ്ങൾ കലക്ടറുമായി ബന്ധപ്പെടുകയും മുമ്പ് തന്നെ കലക്ടർക്ക് ഈ നോട്ടീസ്, വക്കീൽ നോട്ടീസ് ഞാൻ അയക്കുകയും ചെയ്തതാണ്. അങ്ങനെ കലക്ടർ കഴിഞ്ഞ 9-ാം തീയതി 9/12/2025 ഈ തുക ഈടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വൈത്തിരി തഹസിൽദാർക്ക് കലക്ടർ നിർദ്ദേശം നൽകി. പക്ഷെ ആ നിർദ്ദേശം കലക്ടർ കൊടുത്തെങ്കിലും അത് പാലിക്കുന്നതിനോ അത് സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിനോ ഭൂരേഖ തഹസിൽദാറായിട്ടുള്ള ആൾ തയ്യാറാകാതിരിക്കുകയും നിരവധി തവണ തഹസിൽദാറുമായി ഞങ്ങൾ ബന്ധപ്പെടുന്ന സമയത്തും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാതെ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും RR നടപടി നടപ്പിലാക്കുന്ന ഭാഗമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള മറുപടിയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ആവശ്യപ്പെട്ടിരുന്നത് അരീക്കര സുഹറയുമായി ബന്ധപ്പെട്ട ഈ ഒരു കേസാണ്. പക്ഷെ അതിനും കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാക്കാതെ വന്നപ്പോൾ വീണ്ടും കലക്ടറെ കാണുകയും കലക്ടർക്ക് പരാതിയായി തന്നെ എഴുതി കൊടുക്കുകയും ചെയ്തിരുന്നു. വക്കീൽ നോട്ടീസിന് ഞങ്ങൾ കോടതിയെ സമീപിക്കാനുള്ള സമയമായി, അതുകൊണ്ട് ഇതിനുള്ള തീരുമാനം അറിയിക്കണമെന്ന് ബഹുമാനപ്പെട്ട കലക്ടറെ കണ്ട് സംസാരിച്ചു. അങ്ങനെ അന്നേ ദിവസം തന്നെ കലക്ടർ വീണ്ടും തഹസിൽദാർക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തൃക്കൈപ്പറ്റ വില്ലേജ് ഓഫീസിലേക്ക് ഇന്നലെയാണ് അദ്ദേഹത്തിന് അവിടെ ആ ഓർഡർ കിട്ടിയതെന്നാണ് രാവിലെ വില്ലേജുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത്. RRമായി ബന്ധപ്പെട്ട നടപടി വില്ലേജിന്റെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു പ്രൊസീജിയർ എന്ന രീതിക്ക് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെ കയ്യിൽ നിന്നും ഈ തുക KLC നിശ്ചയിച്ചിട്ടുള്ള 37,27,416 രൂപ ഈടാക്കാൻ വേണ്ടിയുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞിരിക്കുക. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഈ ഓർഡറുമായി ബന്ധപ്പെട്ട് അന്നത്തെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഇന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിട്ടുള്ള ഡോക്ടർ ജയതിലകൻ ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കിയതിന്റെ പേരിൽ പാവപ്പെട്ട വനവാസി സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് ഈ 68ഓളം വരുന്ന KLC കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇവർക്കൊന്നും അത്തരത്തിലുള്ള യാതൊരുവിധ നടപടിയും നേരിടേണ്ടി വരില്ല, ഇതൊരു റിമൈൻഡ് എന്ന രീതിയിലേക്ക് മാത്രമാണ് RRന്റെ ഭാഗമായി നോട്ടീസ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ കയ്യിൽ നിന്നും തുക ഈടാക്കില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഭൂരേഖ തഹസിൽദാറുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് മുഴുവൻ ആളുകൾക്കും ഞങ്ങൾ RR നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്, നോട്ടീസ് അയക്കുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ പാവപ്പെട്ട ആളുകൾ സർക്കാർ ഇറക്കിയിട്ടുള്ള ഈ ഉത്തരവ്, ആ ഉത്തരവിന്റെ മറവിൽ ഈ കോടിക്കണക്കിന് രൂപ വില വരുന്ന മരങ്ങൾ ആൻഡ്രോ അഗസ്റ്റിനും റോജി അഗസ്റ്റിനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരെ സമീപിച്ചുകൊണ്ട് മുറിച്ചു മാറ്റിയപ്പോൾ പാവങ്ങൾ അറിഞ്ഞിട്ടില്ല ഇത്തരത്തിലുള്ള പ്രൊവൈസോ ക്ലോസ് മറച്ചു വെച്ചുകൊണ്ടാണ് ഇങ്ങനെ സർക്കാർ ഒരു ഓർഡർ ഇറക്കിയതെന്നും
ആ ഓർഡറിന് ഒരു പരിപത്രം ഉണ്ടാവുകയും ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് അവരെല്ലാവരും രക്ഷപ്പെടുകയും പാവപ്പെട്ട ഈ ആളുകൾ ബലിയാടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നേരെ മറിച്ച് ചെയ്യേണ്ടൊരു നടപടി ഈ തെറ്റായ ഉത്തരവിറക്കി ഈ മരമുറിക്ക് വേണ്ടുന്ന എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തിട്ടുള്ള ഇന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള അന്നത്തെ വയനാട് ജില്ലാ കളക്ടറായിട്ടുള്ള അദീൽ അബ്ദുള്ള ഉൾപ്പെടെയാണ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അവർക്കെതിരെ കർക്കശമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും ഈ നഷ്ടമാകുന്ന തുക ഈ സർക്കാരിലേക്ക് വരേണ്ട തുക PDPP ആക്ട് അനുസരിച്ചാണ് മേപ്പാടി പോലീസ് ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ PDPP ആക്ട് അനുസരിച്ച് നടപടിയെടുത്തുകൊണ്ട് ഈ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. അവരെ കയ്യിൽ നിന്നും കൂടെ ഈ തുക ഈടാക്കണം. അതിന് ഗൂഢാലോചന നടന്നു എന്നതാണ് നേരത്തെ മുതലേ നമ്മൾ പറയുന്നത്. ആ ഗൂഢാലോചന വെളിച്ചത്ത് വന്നാൽ മാത്രമേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള കരങ്ങളെയൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഇപ്പോഴും പറയുന്നത് ഒരു സ്വതന്ത്ര ഏജൻസിയായിട്ടുള്ള കേന്ദ്ര ഏജൻസി CBI പോലെയുള്ള CBI തന്നെ നേരിട്ട് ഈ കേസ് അന്വേഷിക്കണം എന്നാണ് പറയാനുള്ളത്. ഈ കേസിന്റെ ഭാഗമായി ഞാൻ കൊടുത്ത കലക്ടർക്കുള്ള വക്കീൽ നോട്ടീസിന്റെ ഭാഗമായി വന്ന നടപടി ഞങ്ങൾ ഇപ്പോൾ തൃപ്തരാണ്. ഈ നടപടി തുടർ സ്വീകരിക്കുന്നതിനകത്ത് കാലതാമസം വന്നാൽ കോടതിയെ സമീപിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുവാൻ വേണ്ടി ഞാൻ തയ്യാറാണ്. നന്ദി മുരളീധരൻ.